തൃശൂരിൽ ഇത്തവണ 4ാം ഓണനാളിൽ പുലികൾ ഇറങ്ങും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ പുലിക്കളിക്ക് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കി. പുലിക്കളി സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിരുന്നു. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് പുലിക്കളി നടത്താൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. പുലിക്കളിക്കുള്ള ചെണ്ട, നിശ്ചല ദൃശ്യങ്ങൾക്കായുള്ള വാഹനം, പുലിച്ചമയം വരയ്ക്കാൻ ആർട്ടിസ്റ്റുകൾ തുടങ്ങി ഒട്ടേറെ പേർക്ക് അഡ്വാൻസ് നൽകിയിരുന്നുവെന്നും പരിപാടി മാറ്റിവെക്കുന്നതിലൂടെ ഭാരിച്ച സാമ്പത്തിക നഷ്ടം നേരിടുമെന്നുമുള്ള കാരണം ഉന്നയിച്ചായിരുന്നു പുലിക്കളി സംഘങ്ങൾ സർക്കാരിനെ സമീപിച്ചത്. പുലിക്കളി നടത്താൻ അനുമതി നൽകിയതിൽ സന്തോഷമുണ്ടെന്നും തുടർന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പുലിക്കളി ഭാരവാഹികൾ അറിയിച്ചു. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഈ പുലിക്കളി സംഘങ്ങളെല്ലാവരും. അതിനൊരു അനിശ്ചിതത്വം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. ആശങ്കയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷിൻ്റെ ഒരു ഡയറക്ഷനാണ്, അതായത് ഒരു ഓർഡറാണ് ഇന്ന് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത്. അത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കളി നടത്തുന്നതിന് കോർപ്പറേഷനുള്ള എല്ലാ അനുമതിയും നൽകിയിരിക്കുകയാണ്. കോർപ്പറേഷന് യാതൊരു തടസ്സവും ഇല്ല എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അത് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിക്കാനും അനുമതി നൽകിയിരിക്കുകയാണ്. ഇത്തവണത്തെ ഓണാഘോഷവും ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസും റദ്ദാക്കിയും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു തൃശൂർ കോർപ്പറേഷൻ പുലികളിയും വേണ്ടെന്ന് വെച്ചത്. അമൃത ന്യൂസ്, തൃശൂർ.